നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിപ സ്ഥിരീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തികളിൽ 24 മണിക്കൂറും കർശന പരിശോധന. ദേശീയപാത ഭാഗികമായി അടച്ചു. കേരളത്തിൽ നിന്നും പോകുന്ന മുഴുവൻ യാത്രക്കാരും പരിശോധനയ്ക്ക് വിധേയം. നടപടി കോയമ്പത്തൂർ ജില്ലാ കളക്ടർ പവൻകുമാർ ജി ഗിരിയപ്പനവരുടെ ഉത്തരവിനെ തുടർന്ന്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ശക്തമായ മാറ്റം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടലാക്കോടെയെന്നും സണ്ണി ജോസഫ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം പാലക്കാട്ട്. തൃശൂർ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പരിക്കേറ്റ പ്രവർത്തകർ ആശുപത്രിയിൽ ചികിത്സ തേടി. മാർച്ച് സംഘടിപ്പിച്ചത് പുതുക്കാട് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തികളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക എന്ന ആവശ്യമുന്നയിച്ച്. അധ്യാപകർ സമരം ചെയ്യേണ്ടവർ അല്ലെന്നും അവരെ തെരുവിലേക്ക് തള്ളിവിടുന്നത് ഭരണകൂടമെന്നും കേരളവർമ്മ കായിക വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ MC രാധാകൃഷ്ണൻ. കേരളത്തിന് കായിക നയമില്ല. കായിക നയം എന്താണെന്നറിയാത്ത ഭരണകൂടം ശാപമാണെന്നും MC രാധാകൃഷ്ണൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടനാ ധർണ പാലക്കാട്ട്. പുതുക്കാട് മീൻ വളർത്തൽ കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ചു കയറി വാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് 7 വർഷം തടവും 35,000 രൂപ പിഴയും. ഇരിങ്ങാലക്കുടയിൽ കള്ളുഷാപ്പിൽ വെച്ച് വയോധികരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. തൃശൂരിൽ ബാറിൽ വെച്ച് യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒളിവിലായിരുന്ന 2 പ്രതികൾ റിമാൻഡിൽ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിപ സ്ഥിരീകരിച്ചതോടെ തമിഴ്നാട് കേരള അതിർത്തിയിൽ തമിഴ്നാട് ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കി. ദേശീയപാത ഭാഗികമായി അടച്ചിട്ടിട്ട് കേരളത്തിൽ നിന്നും പോകുന്ന മുഴുവൻ യാത്രക്കാരെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കടത്തിവിടുന്നത്. കോയമ്പത്തൂർ ജില്ലാ കളക്ടർ പവൻകുമാർ ജി ഗിരിയപ്പൻ അവരുടെ നിർദ്ദേശപ്രകാരമാണ് അതിർത്തികളിൽ 24 മണിക്കൂറും പരിശോധന. കഴിഞ്ഞ ദിവസം മരിച്ച പാലക്കാട് മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശിക്ക് നിപ രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിച്ചതോടെയാണ് ചൊവ്വാഴ്ച മുതൽ അതിർത്തി കേന്ദ്രങ്ങളിൽ പരിശോധന ആരംഭിച്ചത്. പാലക്കാട്ടും മലപ്പുറത്തും കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് തമിഴ്നാടും കടക്കുമെന്ന സൂചനയുണ്ട്. ഇന്നലെ മുതൽ പ്രത്യേകം രൂപീകരിച്ച 3 സംഘങ്ങളെ ചാവടിയിൽ പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള ദേശീയപാത താൽക്കാലികമായി അടച്ചുപൂട്ടി. വാഹനങ്ങൾ സർവീസ് റോഡ് വഴി തിരിച്ചുവിട്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R പ്രതിഭ, മധുക്കര ഹെൽത്ത് ഇൻസ്പെക്ടർ MG രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള 7 ആരോഗ്യ പ്രവർത്തകരും ചാവടി പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ട്. വാളയാർ, മീനാക്ഷിപുരം, ഗോവിന്ദപുരം, വേലന്താവളം, ഗോപാലപുരം, ആനക്കട്ടി തുടങ്ങി മുഴുവൻ കേരള തമിഴ്നാട് അതിർത്തികളിലും പരിശോധന നടത്തിയാണ് വാഹനം കടത്തിവിടുന്നത്. തെർമോമീറ്റർ ഉപയോഗിച്ച് ശരീരോഷ്മാവും യാത്രക്കാരുടെ ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച ശേഷമാണ് തുടർ യാത്ര അനുവദിക്കുന്നത്. ഇവരുടെ വിവരങ്ങളും ഒപ്പം ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ശക്തമാറ്റം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടലാക്കോടെയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരസംഗമം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നത് ഉമ്മൻചാണ്ടിയുടെ ആശയമാണ്. രോഗികളുടെ ബാഹുല്യവും മികച്ച ചികിത്സയും പരിഗണിച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാർ തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. ഡോക്ടർ ഹരിദാസിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോരായ്മകൾ പരിഹരിക്കുന്നതിന് പകരം പിണറായി വിജയൻ ശ്രമിച്ചത് ഡോക്ടർ ഹരിദാസിനെ അടിച്ചിരുത്താനാണ്. ഒരു വോട്ടർക്ക് 3 വോട്ടുകൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന സമയദൈർഘ്യം പരിഗണിച്ചാണ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടത്. എന്നാൽ ചെലവിന്റെ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ്. വിദ്യാഭ്യാസ, ആരോഗ്യരംഗം ഉൾപ്പെടെ എല്ലാ മേഖലയിലും തകർച്ചയിലാണ്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് സർക്കാർ പന്താടുന്നത്. കോടികൾ ദൂർത്തടിക്കുന്ന സർക്കാർ ആശാവർക്കർമാരെയും പാചക തൊഴിലാളികളെയും കണ്ടില്ലെന്നടിക്കുകയാണ്. സർക്കാരിന്റെ കടും വെട്ടും കൊള്ളയും പുറത്തു വരാതിരിക്കാനാണ് വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്തുന്നത്. സർക്കാരിന്റെ ഓരോ ജനവിരുദ്ധതയും തുറന്നുകാട്ടും. വിജയം മാത്രമാണ് ലക്ഷ്യം. അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഇരുന്നു കൊടുക്കാൻ കിട്ടില്ലെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. ഈ സമരസംഗമം 10ാമത്തെ ജില്ലയിലാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ 10ാമത്തെ ജില്ലയാണ് ഞങ്ങൾ. 8ാമത്തെ ജില്ലയായ എൻ്റെ സ്വന്തം ജില്ല കണ്ണൂരിൽ ചെന്നപ്പം ഞങ്ങൾ അവിടെ പറഞ്ഞു, ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇതുവരെ നടന്ന സമര സംഗമങ്ങളിൽ 1ാം സ്ഥാനം കണ്ണൂരിനാണ് എന്ന് 8ാമത്തെ സ്ഥലത്ത് പറയുകയുണ്ടായി. പക്ഷെ ഇന്നലെ വയനാട്ടിൽ കൽപ്പറ്റയിൽ ചെന്നപ്പോൾ അത് മാറ്റി പറയേണ്ടി വന്നു. 1ാം സ്ഥാനം വയനാടിനാണ് എന്ന് ഇന്നലെ പറഞ്ഞുവെങ്കിൽ ഇന്ന് വീണ്ടും മാറ്റി പറയുന്നു. ഇതുവരെയുള്ള സമര സംഗമങ്ങളിൽ
ഒന്നാം സ്ഥാനം പാലക്കാടിനാണ് എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷം. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. MP മാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, മുൻ MP VS വിജയരാഘവൻ, മുൻ MLA CP മുഹമ്മദ്, KA ചന്ദ്രൻ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, സന്ദീപ് വാര്യർ, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, P ബാലഗോപാൽ, V രാമചന്ദ്രൻ, കബീർ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പുതുക്കാട് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിർമ്മാണ പ്രവൃത്തിയിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ച്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗത്തിൽ 3 പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ പുതുക്കാട് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പുതുക്കാട് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് LDF ഭരണസമിതി രാജിവെക്കുക, ആരോഗ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അധ്യാപകർ സമരം ചെയ്യേണ്ടവരല്ലെന്നും അവരെ തെരുവിലേക്ക് തള്ളിവിടുന്ന ഭരണകൂടമാണെന്നും കേരളവർമ്മ കായിക വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ MC രാധാകൃഷ്ണൻ. കേരളത്തിന് കായിക നയമില്ലെന്നും കായിക നയം എന്തെന്നും അറിയാത്ത ഭരണകൂടം ശാപമാണെന്ന് MC രാധാകൃഷ്ണൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംയുക്ത കായിക അധ്യാപക സംഘടന പാലക്കാട് DD ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1970 മുതൽ കായിക നയത്തിനായി കായിക അധ്യാപകരും കായിക പ്രേമികളും പോരാട്ടത്തിലാണ്. പരിശീലകരെ വെച്ച് കാര്യം നേടാമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. എന്നാൽ അധ്യാപകരും പരിശീലകരും രണ്ടാണ്. ടൂർണമെൻറ്റുകളും വിജയവും കപ്പും കൊണ്ട് കാര്യമില്ല. ശരിയായ ലക്ഷ്യം, ശരിയായ ജീവിത രീതി എന്നിവയ്ക്ക് കായിക വിദ്യാഭ്യാസം ആവശ്യമാണ്. ഭരണാധികാരികളുടെ വാക്കിൽ മാത്രമാണ് കായിക പ്രേമമെന്നും MC രാധാകൃഷ്ണൻ പറഞ്ഞു. അധ്യാപകന് പരിശീലകനാവാം, പക്ഷേ ഒരു പരിശീലകന് അധ്യാപകനാവാൻ പറ്റില്ല. അധ്യാപനം വേറെയാണ്, പരിശീലനം വേറെയാണ്. ഇവർ വിചാരിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാര്, ബാക്കി നമ്മുടെ എന്താ പറയുക ബ്യൂറോക്രാറ്റ്സ്, അവരൊക്കെ പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത് അറിയാൻ പറ്റുന്നത്. വെറുതെ കുറച്ച് ടൂർണമെന്റ് കളിച്ചു, കപ്പുകൾ കൊണ്ടുവന്നു ഹാപ്പി. അതല്ല കായിക വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഴുവൻ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക, കായിക അധ്യാപകരോടുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംയുക്ത കായികാധ്യാപക സംഘടന പ്രതിഷേധം നടത്തിയത്. KPSPETA പ്രസിഡന്റ് K പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു. DPETA ജില്ലാ പ്രസിഡന്റ് K കൃഷ്ണദാസ്, AKSTU ജില്ലാ സെക്രട്ടറി സതീഷ് മോൻ, KPSTA ജില്ലാ പ്രസിഡന്റ് ഷാജി S തെക്കേതിൽ, NTU പ്രസിഡന്റ് AJ ശ്രീനി, KSTU ഷൗക്കത്ത് അലി, TC ഹരിദാസ്, ബിജു ദിവാകരൻ, രതീശൻ, സുരേഷ് S, PA അബ്ദുൽ ഗഫൂർ, ബിജുമോൻ, PV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂരം കലക്കിയതിൽ ADGP അജിത് കുമാറിനെതിരെ പ്രകടമായ തെളിവുകൾ നിരവധിയുണ്ടെങ്കിലും നടപടി പ്രതീക്ഷിക്കുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പൂരം കലക്കൽ മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നും ഇതിൽ ഇടതുമുന്നണിയിൽ തന്നെ എതിർപ്പുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അജിത് കുമാറിനെ ആദ്യം മുതലേ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നും പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സണ്ണി ജോസഫ് പറഞ്ഞു. തൃശൂർ പൂരം കലക്കലിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറിനും CPIക്കും പരാതിയുണ്ട്. അജിത് കുമാറിനെ ആദ്യം മുതൽ തന്നെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര വകുപ്പ് സെക്രട്ടറി സർക്കാരിന് കത്ത് നൽകിയാലും അത്ഭുതമൊന്നും സംഭവിക്കില്ലെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രി ആ കാര്യത്തിൽ അജിത് കുമാറിനെ ആദ്യം മുതൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെളിവുകൾ നിരവധിയുണ്ട്. LDFൽ തന്നെ ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. CPIയും അവിടുത്തെ സ്ഥാനാർത്ഥിയും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ADGPയുടെ പങ്ക് വളരെ പ്രകടമാണ്. തെളിവുകൾ അദ്ദേഹത്തിനെതിരാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടന്ന സംഭവമായതുകൊണ്ട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. LDF നയത്തിൽ പ്രതിഷേധിച്ച് ധാരാളം നേതാക്കളും അണികളും കോൺഗ്രസിലേക്ക് വരുന്നുണ്ട്. CPMുമായി PK ശശിയുടെ അകൽച്ച മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞത്. മുന്നണി വിപുലീകരണത്തിൻ്റെ തെളിവാണ് നിലമ്പൂരിൽ കണ്ടതെന്നും വ്യക്തിപരമായി ആർക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്നത് തെറ്റാണെന്നും KPCC പ്രസിഡന്റ്
പാലക്കാട്ട് പറഞ്ഞു. പലരും വരുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് അവിടെ നിന്ന് പലരും വരുന്നുണ്ട്. നേതാക്കന്മാരും അണികളുമുണ്ട്. ഇപ്പോൾ BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെയാണ് സ്വീകരിച്ചത്. കേരളം UDFന്റെ നിയന്ത്രണത്തിൽ വരുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസിലെത്തിയ BJP നേതാവിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരസംഗമ വേദിയിൽ സ്വീകരണം നൽകി. പ്രമുഖ BJP പ്രവർത്തകനായിരുന്ന K. സുരേന്ദ്രനെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സമരസംഗമത്തിൽ വേദിയിൽ സ്വീകരിച്ചത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ തൃശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെയുമായി കൂടിക്കാഴ്ച നടത്തി. ജില്ലയിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിനാലാണ് ബിഷപ്പിനെ അനുഗ്രഹം തേടാൻ വന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും ദീപകാമുഖ പ്രസംഗത്തെക്കുറിച്ച് സംസാരിച്ചില്ലെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാൻ വേണ്ടിയിട്ട് വന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല. അല്ല, അതിനെക്കുറിച്ചൊന്നും നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? കാരണം ഓരോ മാധ്യമത്തിനും മാധ്യമത്തിൻ്റെതായിട്ടുള്ള എഡിറ്റോറിയൽ പേജ് ഉണ്ടാവും. അവർക്ക് അവരുടെ എഡിറ്റോറിയൽ രീതികളുണ്ടാകും. അപ്പോൾ അത് അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. അത് ഭാരതീയ ജനതാ പാർട്ടി എന്തിനാണ് അങ്ങനെ ശഠിക്കുന്നത്? യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെ കൂടി പോലീസ് പിടികൂടി. വാളയാറിൽ നിന്നാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. അനന്തകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത്. പ്രതികൾ റിമാൻഡിലാണ്. ആളൂർ പടിയൂർ സ്വദേശി കോഴിപ്പറമ്പിൽ 26 വയസ്സുള്ള അനന്തുവിനെ ഇക്കഴിഞ്ഞ 2024 ഡിസംബർ 25-ാം തീയതി രാവിലെ 10:30 കൊമ്പിടിഞ്ഞാമക്കൽ നിന്ന് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി. വെടിമറയിലുള്ള ഖുറേഷി എന്നയാളുടെ ഹോട്ടലിൽ എത്തി മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നോർത്ത് പറവൂർ വില്ലേജിൽ വെടിമറ ദേശത്ത് കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ അബ്ദുള്ള 34 വയസ്സ്, നോർത്ത് പറവൂർ വില്ലേജിൽ പെരുമ്പടന്ന ദേശത്ത് കടുവാപ്പറമ്പ് വീട്ടിൽ 34 വയസ്സുള്ള ഗോഡ്ലി എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വാളയാറിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ആന്റി ടെസ്റ്റിസ്റ്റ് എന്നിവരുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. അനന്തവും സുഹൃത്തുക്കളും ചേർന്ന് 50 ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ മരട് സ്റ്റേഷനിൽ കേസുണ്ട്. ഇവർ കവർന്ന പണം അപഹരിക്കുന്നതിനു വേണ്ടിയാണ് 10 പേരടങ്ങുന്ന സംഘം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത്. ഈ കേസിൽ തൃശൂർ റൂറൽ SP B. കൃഷ്ണകുമാർ IPSന്റെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. മുക്താർ, മുഹമ്മദ് ഷമി, ഖുറൈഷി, ഷാജി, നിഷാന, ഫാരിസ്, റൊണാൾഡ് റിച്ചാർഡ് എന്നീ 7 പ്രതികളെ മുൻപ് പിടികൂടി ജയിലിലടച്ചിരുന്നു. അബ്ദുള്ളയുടെ പേരിലുള്ള നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിലും ആളൂർ പോലീസ് സ്റ്റേഷനിലും ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുമായി ഒരു വധശ്രമ കേസ് ഉൾപ്പെടെ 6 അടിപിടി കേസുകളും ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസും അടക്കം 14 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഗോഡ്ലിയുടെ പേരിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് കേസുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ മുങ്ങിയ ഇവർ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. പ്രതികളുമായി സംഭവസ്ഥലമായ വെടിമറയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS, ഇരിങ്ങാലക്കുട DYSP സുരേഷ് KG, ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജിമോൻ, സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ M, CS അനുഷ്, CS സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജീവൻ, വിശാഖ്, സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖിൽ, ആഷിഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ ബാറിൽ വെച്ച് യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ചാലക്കുടി പൊട്ടത്തക്കേറത്ത് വീട്ടിൽ 37-കാരനായ ജിനീഷാണ് ചാലക്കുടി പോലീസിന്റെ പിടിയിലായത്. ജൂലൈ 9 ഉച്ചയ്ക്ക് 2:30 നാടുകുന്ന് ഹർഷവർദ്ധന ബാറിൽ വെച്ച് പ്രതിയുടെ കൂടെ വന്നയാളോട് കൊടകര നാടുകുന്ന് സ്വദേശി ചേനത്ത് പറമ്പിൽ 32 വയസ്സുള്ള ലാലു പോൾ എന്നയാൾ സംസാരിച്ചതിലുള്ള വൈരാഗ്യത്താൽ സോഡാ കുപ്പി കൊണ്ട് തലക്കടിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നു. ഈ കേസിലെ പ്രതിയായ ചാലക്കുടി പോട്ട് തെക്കേടത്ത് വീട്ടിൽ 37 വയസ്സുള്ള ജിനീഷ് കുമാർ കോടതിയിൽ ഹാജരാവുകയും തുടർന്ന് ചാലക്കുടി പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുന്നതിനായി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ജിനീഷ് ചാലക്കുടി കൊടകര പോലീസ് സ്റ്റേഷനുകളായി 5 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സിജുമോൻ, കൃഷ്ണൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
മീൻ വളർത്തൽ കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ച് കയറി വാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ 7 വർഷം തടവും 35,000 പിഴയുമടക്കം ശിക്ഷ വിധിച്ചു. ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി RK രമയാണ് ശിക്ഷ വിധിച്ചത്. പുതുക്കാടാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പുതുക്കാട് നന്ദിക്കര മാടായി വീട്ടിൽ ശിവജിയുടെ ഉടമസ്ഥയിലുള്ള മീൻ വളർത്തുന്ന കുളത്തിൽ അനധികൃതമായി രാത്രിയിൽ മീൻ പിടിക്കുന്നത് ചോദ്യം ചെയ്ത 51 വയസ്സുള്ള ശിവജിയുടെ ഭാര്യ സഹോദരൻ സുഭാഷ് എന്നിവരെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ നന്ദിക്കര സ്വദേശികളായ തണ്ടാശ്ശേരി വീട്ടിൽ വള്ളി എന്ന് വിളിക്കുന്ന 37 വയസ്സുള്ള സനീഷ്, തണ്ടശ്ശേരി വീട്ടിൽ കുട്ടൻ എന്ന് വിളിക്കുന്ന 65 വയസ്സുള്ള സിദ്ധാർത്ഥൻ എന്നിവരെയാണ് 7 വർഷം തടവിനും 35,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി RK രമയാണ് ശിക്ഷ വിധിച്ചത്. 2014 കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്നത്തെ പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന KS സന്ദീപ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ പുതുക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന PV ബേബി ആയിരുന്നു. കേസിലെ 1-ാം പ്രതി വള്ളി എന്ന് വിളിക്കുന്ന സനീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കള്ളുഷാപ്പിൽ വെച്ച് വയോധികരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ഇരിങ്ങാലക്കുടയിലാണ് സംഭവം. വള്ളിവട്ടം സ്വദേശി പുളികപ്പറമ്പിൽ 47-കാരനായ കണ്ണനാണ് പിടിയിലായത്. പൂവത്തുംകടവിലുള്ള കള്ളുഷാപ്പിൽ വെച്ച് പ്രതിയിൽ നിന്ന് വാങ്ങിയ ഞണ്ടിനെ പിടിക്കുന്ന റിങ് തിരികെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ വള്ളിവട്ടം സ്വദേശി കുമ്പുകുളങ്ങര വീട്ടിൽ 67 വയസ്സുള്ള ദിവാകരൻ എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിലെ പ്രതിയായ വള്ളിവട്ടം സ്വദേശി പുളിക്കപ്പറമ്പിൽ വീട്ടിൽ കണ്ണൻ 47 വയസ്സ് എന്ന ആളെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൻ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും ലഹരിയിൽ പൊതുജനങ്ങളെ ശല്യം ചെയ്ത 2 കേസിലും അടക്കം 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർ ദിനേശ് കുമാർ, SCPOമാരായ ജിജിൽ കുമാർ, EG വിജോഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചങ്ങാതിക്കൊരു തൈ എന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിലാക്കി ഷൊർണൂർ നഗരസഭ പരിധിയിലെ സെന്റ് തെരേസസ് LP സ്കൂൾ. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമാണ് ചങ്ങാതിക്കൊരു തൈ പദ്ധതി നടപ്പിലാക്കിയത്. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ ചങ്ങാതിക്കൊരു തൈ എന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിലാക്കി സെന്റ് തെരേസസ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും. ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുക എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ചങ്ങാതിക്കൊരു തൈ എന്ന പദ്ധതി സ്കൂളിൽ സമുചിതമായി നടപ്പിലാക്കിയത്. ഒറ്റപ്പാലം ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ K സിത്താര ഉദ്ഘാടനം ചെയ്തു. പ്രതിജ്ഞ ചൊല്ലൽ, ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു. വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറിക്കൊണ്ട് സൗഹൃദം പങ്കുവച്ചു. PTA പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷനായിരുന്നു. HM രാജി ടീച്ചർ, തൊഴിലുറപ്പ് AE K ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗമ്യ ടീച്ചർ സ്വാഗതവും ജിസി ടീച്ചർ നന്ദിയും പറഞ്ഞു. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും മരം വച്ചു പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ പരിപാടി സഹായകമായെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലത്ത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി LED ബൾബ് നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിലെ മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ഏകദിന ശില്പശാല നടത്തിയത്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് LED ബൾബ് നിർമ്മാണ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം നഗരസഭ, അമ്പലപ്പാറ പഞ്ചായത്ത്, ലക്കിടി പേരൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളും രക്ഷിതാക്കളുമാണ് ഒറ്റപ്പാലം ഗവൺമെൻറ് ഭദ്രവിദ്യാലയത്തിൽ വെച്ച് നടന്ന ശില്പശാലയിൽ പങ്കാളികളായത്. ഒപ്പം ഗവൺമെൻറ് ഭദ്രവിദ്യാലയത്തിലെ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടുകൂടിയായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഒറ്റ പരിപാടി കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഭിന്നശേഷി മേഖലയിൽ അവസാനിക്കും എന്ന ധാരണയിലല്ല. ഇനിയും ഏറെ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് സാധ്യമായ നിലയിലുള്ള പ്രവർത്തനം ഈ മേഖലയിൽ ഇനിയും കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് MLA എന്ന നിലയിൽ ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകിദേവി അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ ഉപാധ്യക്ഷൻ K രാജേഷ്, കൗൺസിലർ M മണികണ്ഠൻ, സമഗ്ര ശിക്ഷ കേരള BPC വെങ്കടേശ്വരൻ, PM മിനി
പ്രൊഫസർ സുനിത ബേവി, മധുകൃഷ്ണൻ, പ്രധാനാധ്യാപിക മിനി കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംഗമത്തിൽ സ്വയം തൊഴിൽ പരിശീലനം ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇത് പരിഗണിച്ചാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടനാംകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടുംബശ്രീ സംരംഭമായ മാ കെയർ സെൻ്ററിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണപാനീയങ്ങൾ, പഠനത്തിനാവശ്യമായ സ്റ്റേഷനറി സാധനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് മാ കെയർ സെൻ്ററിൻ്റെ പ്രത്യേകത. കുടുംബശ്രീയുടെ ഏറ്റവും പുതിയ സംരംഭമാണ് വിദ്യാലയങ്ങളിൽ മാ കെയർ സെൻ്ററിൻ്റെ പ്രവർത്തനം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സംരംഭമായ മാ കെയർ സെൻ്ററിൻ്റെ പ്രവർത്തനമാണ് ബുധനാഴ്ച വാടനാംകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണപാനീയങ്ങൾ, പഠനത്തിനാവശ്യമായ സ്റ്റേഷനറികൾ എന്നിവ ലഭ്യമാക്കുക എന്നതാണ് മാ കെയർ സെൻ്ററിൻ്റെ പ്രത്യേകത. കൂടാതെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു വരുമാന മാർഗവും കൂടി കണ്ടെത്താൻ ഈ സെൻ്റർ വഴി സാധ്യമാകും. പ്രവർത്തനോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ്, അതിൻ്റെ ഒരു കിയോസ്ക് സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണ പാനീയങ്ങൾ, അതോടൊപ്പം തന്നെ അത്യാവശ്യം കുട്ടികൾക്ക് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കുക, പഠനത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറികൾ ഏറ്റവും ആവശ്യമുള്ളതും വേണമെങ്കിൽ ലഭ്യമാക്കുക, അതുവഴി കുട്ടികൾക്ക് ക്വാളിറ്റിയുള്ള, വില കുറഞ്ഞിട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുകയും വനിതകൾക്ക്, കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു വരുമാനമാവുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികളായ P പ്രസന്ന, പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, K അശോകൻ, പഞ്ചായത്ത് സീരിയസ് ചെയർപേഴ്സൺ സുനിത, സ്കൂൾ പ്രിൻസിപ്പൽ ബീന, ഹെഡ്മിസ്ട്രസ് ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടിലെ കിണറിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് തോലന്നൂർ സ്വദേശി 57 വയസ്സുള്ള മുരുകേശാണ് മരിച്ചത്. തലയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. ലക്കിടി കിള്ളിമംഗലം മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം ആഷാഢോത്സവം എന്ന പേരിൽ കൂടിയാട്ട മഹോത്സവം സംഘടിപ്പിക്കും. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെ ഗുരുകുലം നാട്യശാലയിലാണ് പരിപാടി നടത്തുന്നതെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദിവസം വൈകിട്ട് 6:30 മുതൽ ഗുരുകുലം നാട്യശാലയിലായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുക. കൂടിയാട്ടം, നങ്ങ്യാരമ്മക്കൂത്ത്, ചാക്യാർകൂത്ത്, പാടകം, മിഴാവിൽ തായമ്പക, മിഴാവ് മേളം, കുഴൽപ്പറ്റ് എന്നിവയുടെ രംഗാവതരണമാണ് നടക്കുക. വ്യാഴാഴ്ച വൈകിട്ട് 6:30 മന്ത്രാംഗം കൂത്ത് പുറപ്പാടോടുകൂടിയാണ് ആഷാഢോത്സവത്തിന് തുടക്കം കുറിക്കുക. 18 മുതൽ 21 വരെ അന്തകവധം കൂടിയാട്ടം, 22 മുതൽ 25 വരെ ചാക്യാർകൂത്ത്, 24 മുതൽ 28 വരെ സീതാരാഘവം കൂടിയാട്ടം, 29-ാം തീയതി മുതൽ 31 വരെ പാടകം, ആഗസ്റ്റ് 1 മുതൽ 9 വരെ നങ്ങ്യാരമ്മക്കൂത്ത്, 10-ാം തീയതി മിഴാവിൽ തായമ്പക, 11-ാം തീയതി മുതൽ മത്തവിലാസം കൂടിയാട്ടം, ഓഗസ്റ്റ് 16-ന് പാടകം എന്നിങ്ങനെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്രാവശ്യത്തെ ആഷാഢോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരു പത്മശ്രീ PK നാരായണൻ നമ്പ്യാരാശാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കൂടിയാട്ടങ്ങളും നങ്ങ്യാരമ്മക്കൂത്തുകളും ചാക്യാർ കൂത്തുകളും പാഠകങ്ങളും ആണ് ഇന്ന് ഈ പ്രാവശ്യത്തെ ആഷാഢോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മത്തവിലാസം കൂടിയാട്ടം. മത്തവിലാസം എന്ന് പറയുന്നത് അനുഷ്ഠാനപരമായിട്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള കൂത്തമ്പലങ്ങളിലോ അല്ലെങ്കിൽ വലിയ അമ്പലങ്ങളിലോ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് നടത്തുന്ന വഴിപാട് കൂത്തുകളായിട്ടാണ് മത്തവിലാസം കൂത്ത് നടന്നു പോന്നിരുന്നത്. അത് കരിവള്ളൂർ, മാടായിക്കാവ്, കൊട്ടിയൂർ തുടങ്ങിയിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും 1 മാസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനങ്ങളായിട്ട് നടന്നു വരുന്നു. ആ മത്തവിലാസത്തിനെ മഹേന്ദ്ര വിക്രമ പല്ലവൻ എന്ന് പറയുന്ന കവിയുടെ മത്തവിലാസ പ്രഹസനം എന്നുള്ള നാടകത്തിൻ്റെ ഒരു ഭക്തിയുടെ ഒരു മാർഗത്തെ മാത്രമാണ് അതിൽ അവതരിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ PK ഹരീഷ് നമ്പ്യാർ, വാസന്തി നാരായണൻ, സദനം വിനോദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലഹരിക്കെതിരെ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ഷൊർണൂർ മഞ്ഞക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പ്രചരണം സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VC ശങ്കരൻ, MC ശങ്കരൻ, MV മധു മാസ്റ്റർ, TK രാധ, KC രാധ, രുക്മിണി കേയത്ത്, CP ജോൺ, P മോഹൻദാസ്, P ബാലകൃഷ്ണൻ, C മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
കുളപ്പുള്ളി മേൽമുറി പാലംകുളങ്ങര യുവമോർച്ച യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 12ാമത് അനുമോദന സദസ്സും യുവപ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയവരെ അനുമോദിച്ചു. യുവപ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് നടന്നു. അംഗൻവാടി മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൽ ബി.ജെ.പി. മണ്ഡലം സെക്രട്ടറി വിപിൻ നാഥ് അധ്യക്ഷത വഹിച്ചു. 5ാം വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രൻ, പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിയും 2ാം വാർഡ് കൗൺസിലറുമായ അഡ്വക്കേറ്റ് സിനി മനോജ്, ജില്ലാ സെക്രട്ടറിയും 13ാം വാർഡ് കൗൺസിലറുമായ കെ പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റും 23ാം വാർഡ് കൗൺസിലറുമായ EP നന്ദകുമാർ, MP സതീഷ് കുമാർ, KT രവിദാസ് എന്നിവർ സംസാരിച്ചു. ബി.ജെ.പി. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. പാർട്ടി അംഗത്വം സ്വീകരിച്ച മുൻ SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് GS ഗോകുൽ ഗോപിനാഥ്, മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ MP എന്നിവർ പാലക്കുളങ്ങര യൂണിറ്റിന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങി. യുവമോർച്ച പാലക്കുളങ്ങര യൂണിറ്റ് പ്രസിഡന്റ് A രഞ്ജിത്ത് സ്വാഗതവും ബി.ജെ.പി. 114ാം ബൂത്ത് പ്രസിഡന്റ് KK മനോജ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസൻ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ ഉഷപൂജ, ഗണപതി ഹോമം, പഞ്ചഗവ്യം എന്നിവയോടുകൂടി പ്രതിഷ്ഠാദന ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് തൃക്കാലപൂജ, നവകം, പഞ്ചഗവ്യം എന്നീ ചടങ്ങുകൾക്ക് ശേഷം പ്രസാദോട്ടും ഒരുക്കിയിരുന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനും അന്നദാനത്തിനും എത്തിയിരുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ ഭട്ട്, ക്ഷേത്രം കഴകം സുഗതകുമാരി, ക്ഷേത്രം കോമരം ഉണ്ണികൃഷ്ണൻ നായർ, അച്യുതൻകുട്ടി, മറ്റു ക്ഷേത്ര ഭാരവാഹികൾ എന്നിവരും സന്നിധരായിരുന്നു. വൈകിട്ട് നിറമാല, മറ്റു വിശേഷാൽ ചടങ്ങുകളും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മാറ്റുലി സ്കൂൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്യാൻറ്റീനുകളിൽ പഞ്ചസാര, എണ്ണ അളവ് സൂചിപ്പിക്കുന്ന ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ നടപടി എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിയിലേക്ക്. ഇപ്പോൾ നിലവിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനും അരി, പലവ്യഞ്ജനങ്ങൾ അതെല്ലാം വാങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഓരോ വിദ്യാലയത്തിലേക്ക് എത്തുന്ന വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടുപോകുന്നത്. അത് അങ്ങനെ ഇരിക്കെ വീണ്ടും അവരിൽ പുതിയ പുതിയ മെനുകൾ മന്ത്രിക്ക് തോന്നിയ പോലെ ബിരിയാണിയോ അല്ലെങ്കിൽ പുലാവോ അങ്ങനെയൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഉത്തരവിടുമ്പോൾ അതിൻ്റെ പ്രായോഗികതയും അതിൻ്റേതായ മറ്റ് സാമ്പത്തിക വശങ്ങളും കൂടി സർക്കാർ അന്വേഷിക്കേണ്ടതാണ്. അല്ലാതെ നിലവിൽ തന്നെ ഭാരമായിരിക്കെ കൂടുതൽ ഭാരം ഏൽപ്പിക്കാനുള്ള പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. ഇത് ഉള്ളതുപോലും ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അങ്ങനെ സർക്കാർ സഹായിക്കണം എന്നുണ്ടെങ്കിൽ പലചരക്ക് സാധനങ്ങളും മറ്റുള്ളതൊക്കെ സപ്ലൈകോയിൽ നിന്ന് ഓരോ സ്കൂളുകളിൽ കൊടുക്കാനും അതിന് വരുന്ന ചെലവ് സർക്കാർ നേരിട്ട് നികത്തി കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എണ്ണയെക്കുറിച്ച് ഇനിയിപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമോ അല്ലെങ്കിൽ കേരള ആരോഗ്യ മന്ത്രാലയമൊന്നും കൂടുതൽ ബേജാറാവേണ്ട ആവശ്യമില്ല. കാരണം 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയാണ്. സ്കൂളുകളിൽ എന്തായാലും കൂടുതൽ ചേർക്കില്ല. കാരണം സ്കൂളുകളിൽ നിലവിലെ സാഹചര്യത്തിൽ പച്ചവെള്ളം കൊടുക്കാനടക്കം നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. കാരണം മെനുകളൊക്കെ വരുന്നുണ്ട്. കൃത്യമായിട്ട് സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തെക്കുറിച്ച്, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. പുതിയ പുതിയ മെനുകളൊക്കെ വരുന്നുണ്ട്. ഇതെങ്ങനെ കൊടുക്കും? കാരണം കൊടുത്തതിൻ്റെ തന്നെ കുടിശ്ശികയായിട്ട് ചില സ്കൂളുകൾ മാറി നിൽക്കുന്നുണ്ട്. കൊടുക്കാൻ വയ്യാതെ ഒരുപാട് ഹെഡ് മാസ്റ്റർമാർ നെട്ടോട്ടം ഓടുന്നുണ്ട്. PTA പല വഴിക്കും സംഘടിപ്പിക്കേണ്ട മാർഗങ്ങൾ അവരാരായുന്നുണ്ട്. നിയമങ്ങൾക്കും നിബന്ധനകൾക്കൊന്നും യാതൊരു കുറവുമില്ല. അതെല്ലാം ഒരു കൃത്യമാണ്. ഇതെങ്ങനെ നടപ്പിലാക്കുന്നവരാരും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൂചിയുടെ കാര്യത്തിൽ വലിയ ബേജാറാവേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അളവുകളൊക്കെ എന്തായാലും വല്ലാതെ കൂടില്ല. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പരിപാടികളിൽ എന്തായാലും ഇനി അളവുകൾ, ഇതിൻ്റെ ഒരു അമിത അളവുകൾ, ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണല്ലോ, അമിത അളവ് എന്തായാലും ഉണ്ടാവില്ല. ആവശ്യത്തിനുള്ള തന്നെ കുട്ടികൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഇത് ശ്രദ്ധിച്ചാൽ മതി. പൊതുവിദ്യാലയങ്ങളിൽ പൊതുവെ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അപൂർവമാണ്. അത് കുറഞ്ഞു വരികയാണ്. തൽക്കാലം ഒരു പക്ഷേ അത് ഭാവിയിൽ ഒഴിവാക്കപ്പെടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ നിപ സ്ഥിരീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തികളിൽ 24 മണിക്കൂറും കർശന പരിശോധന. ദേശീയപാത ഭാഗികമായി അടച്ചു. കേരളത്തിൽ നിന്നും പോകുന്ന മുഴുവൻ യാത്രക്കാരും പരിശോധനയ്ക്ക് വിധേയം. നടപടി കോയമ്പത്തൂർ ജില്ലാ കളക്ടർ പവൻകുമാർ G. ഗിരിയപ്പനവരുടെ ഉത്തരവിനെ തുടർന്ന്.
കേരളത്തിലെ ആരോഗ്യരംഗത്ത് ശക്തമായ മാറ്റം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടലാക്കോടെയെന്നും സണ്ണി ജോസഫ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം പാലക്കാട്ട്. തൃശൂർ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പരിക്കേറ്റ പ്രവർത്തകർ ആശുപത്രിയിൽ ചികിത്സ തേടി. മാർച്ച് സംഘടിപ്പിച്ചത് പുതുക്കാട് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തികളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക എന്ന ആവശ്യമുന്നയിച്ച്. അധ്യാപകർ സമരം ചെയ്യേണ്ടവർ അല്ലെന്നും അവരെ തെരുവിലേക്ക് തള്ളിവിടുന്നത് ഭരണകൂടമെന്നും കേരളവർമ്മ കായിക വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ MC രാധാകൃഷ്ണൻ. കേരളത്തിന് കായിക നയമില്ല. കായിക നയം എന്താണെന്നറിയാത്ത ഭരണകൂടം ശാപമാണെന്നും MC രാധാകൃഷ്ണൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടനാ ധർണ പാലക്കാട്ട്. പുതുക്കാട് മീൻ വളർത്തൽ കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ചു കയറി വാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് 7 വർഷം തടവും 35,000 രൂപ പിഴയും. ഇരിങ്ങാലക്കുടയിൽ കള്ളുഷാപ്പിൽ വെച്ച് വയോധികരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. തൃശൂരിൽ ബാറിൽ വെച്ച് യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒളിവിലായിരുന്ന 2 പ്രതികൾ റിമാൻഡിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.